ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ഹൈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു വേരിയൻറ്റും അല്ല, അതുപോലെ തന്നെ തീരെ ഒരു ലോ പ്രൈസ് റേഞ്ചിലേക്ക് വരുന്ന ഒരു വേരിയൻ്റ് അല്ല. ഇതിനിടയിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ല സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി A32 ആണ്. അപ്പോൾ നമുക്ക് ഈ A32 അൺബോക്സ് ചെയ്യാം. ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് സാംസങ്ങിൻ്റെ ഗാലക്സി A32. സാംസങ് എന്നുള്ളൊരു ബ്രാൻഡിങ് ഗാലക്സി A32 എന്നുള്ളൊരു ബ്രാൻഡിങ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഒരു ഡിസൈനാണ് മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പേപ്പർ കവർ മെറ്റീരിയലാണ്. അതുപോലെ മേക്ക് ഫോർ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നു. ഇതൊരു ഇന്ത്യ മെയ്ഡ് ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കവറിനെ ഓപ്പൺ ചെയ്യാം. കവറിനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കവർ ബോക്സിനുള്ളിലായിട്ട് ഒരു സിം ഇജക്ഷൻ പിന്ന്, അതുപോലെ തന്നെ ഫോണിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി പേപ്പറുകളാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത്. പിന്നീട് ഈ ബോക്സിലുള്ളത് ഒരു 50 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഈ ഒരു മോഡലിലൊപ്പം അവൈലബിൾ ആണ്. ഒരു നോർമൽ ടൈപ്പ് ഒരു 50 വാട്ട്സിൻ്റെ ഒരു നോർമൽ ചാർജറാണ്. സാംസങ്ങിൻ്റെ തന്നെ ഒരു ചാർജറാണ് ഈ ഒരു ഫോണിലുള്ളത്. അതുപോലെ തന്നെ ഒരു USB to USB-C കേബിളാണ് പിന്നീട് ഈ ബോക്സിലുള്ളത്. ഈ ഒരു ഫോണിനൊപ്പം ഹെഡ്ഫോൺ അവൈലബിൾ അല്ല. സോ ഫൈനലി ഇതാണ് സാംസങ്ങിൻ്റെ ഗാലക്സി സീരീസിൽ വരുന്ന A32 എന്ന് പറയുന്ന വേരിയൻറ്റ്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിരിക്കുന്ന ഓസം ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ആണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്. വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. സൈഡിലൊരു അലുമിനിയം പാനലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഡീറ്റെയിലുള്ള കാര്യങ്ങളാണ് നമ്മളിനി കണ്ടു മനസ്സിലാക്കാൻ പോകുന്നത്. സാംസങ് ഗാലക്സി A32 ഡിസ്പ്ലേ ഓൺ ചെയ്യുമ്പോൾ തന്നെ 6.4 ഇഞ്ച് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാട്ടർ ഡോർ ഡിസൈനിലാണ് ഫ്രണ്ടിലെ സെൽഫി ക്യാമറ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിൽ ഒരു കോംപ്രമൈസും വരുത്താത്ത രീതിയിലുള്ള ഒരു നല്ലൊരു ഡിസ്പ്ലേ ഡിസൈനിങ് തന്നെയാണ് സാംസങ് ഈ ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെസൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ 1080x2400 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷനായിട്ട് വരുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കപ്പാസിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 800 നിറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കപ്പാസിറ്റി. വളരെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു പവർ ബട്ടണും അതിന് മുകളിലായി തന്നെ വോളിയം റോക്കേഴ്സ്, ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും ടോപ്പിലായാണ് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ സിം ഇടാനുള്ള ഓപ്ഷനും കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഫോണിൻ്റെ മുകളിലൊരു മൈക്ക് കൊടുത്തിരിക്കുന്നു. ഫോണിൻ്റെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ആ ഒരു ഹെഡ്ഫോണിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു 3.5mm ഹെഡ്ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷന് സാംസങ് ഈ ഒരു ഫോണിൽ നിലനിർത്തിയിരിക്കുന്ന നല്ല കാര്യം തന്നെയാണ്. ഹെഡ്ഫോൺ ഒഴിവാക്കിയെങ്കിൽ കൂടി തന്നെ ആ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് പല സമയങ്ങളും ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായി തന്നെ ഒരു മൈക്ക്, അതിന് അടുത്തായി തന്നെ സി പോർട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായി തന്നെ ഒരു സ്പീക്കർ സിസ്റ്റമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പോലെ ഓസം ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ആണ്. വളരെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കളർ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായി കൊടുത്തിരിക്കുന്ന 3 ക്യാമറകൾ നിരനിരയായി താഴേക്കും, ഫ്ലാഷിന് ലൈറ്റിന് തൊട്ട് മുകളിലായി തന്നെ ഒരു ക്യാമറ, അങ്ങനെ 4 ക്യാമറകളാണ് ബാക്ക് സൈഡിൽ. പിന്നീട് ആകെ ഈ ഫോണിൽ ഒരു നെയിമിംഗ് ആയി കൊടുത്തിരിക്കുന്നത് സാംസങ് എന്നുള്ളൊരു നെയിം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എലഗൻറ്റ് ഡിസൈനാണ് ഈ ഒരു ഫോണിൽ സാംസങ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ A32 ഡിസ്പ്ലേയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു നല്ലൊരു കാര്യമാണ് ഇതിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്. 90 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ് തരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ് ഈ A32 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷനും ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ലാഗ് ഇല്ലാത്ത ഒരു പെർഫോമൻസ്, ഇപ്പോൾ ഗെയിമിങ്ങിലാണെങ്കിലും മറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും വളരെ നല്ലൊരു ലാഗ് ഇല്ലാത്ത ഒരു പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും നമ്മുടെ ഈ A32 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഗ്ലാസ് പാനൽ തന്നെയാണ്. ഒരു ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് ഈ ബാക്ക് സൈഡിലും ഗ്ലാസ് പാനൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡും ഗ്ലാസ് പാനലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിധത്തിലും ഒരു പോറലോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ ഒരു പരിധി വരെ നമുക്ക് ഫോണിനെ മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെ ഒരു സ്ലിം ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് കയ്യിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാക്സിമം നമുക്ക് അത്യാവശ്യമുള്ള ഒരു വലുപ്പത്തിലുള്ളൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ടുള്ളൊരു സൈസ് ഫീൽ ചെയ്യുന്നില്ല. എങ്കിൽ നേരെ മറിച്ച് നമ്മുടെ കയ്യിൽ നല്ലൊരു ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ ഈ ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഒരു അലുമിനിയം പാനലാണ്. നല്ലൊരു ബ്ലൂ കളർ തന്നെയാണ് ഈ അലുമിനിയം പാനൽ കൊടുത്തിരിക്കുന്നത്. സ്ലിം ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ 184 ഗ്രാം മാത്രമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള, അത്യാവശ്യം വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്.
അതുപോലെ പിന്നീട് ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള 1UI 3.0 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത്. പിന്നീട് ഇതിൻ്റെ CPU വരുമ്പോൾ ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിൽ CPU ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചിപ്സെറ്റിലേക്ക് വരുമ്പോൾ MediaTek Helio G80 12nm ചിപ്സെറ്റുകളാണ് ഈ ഫോണിൻ്റെ ബെറ്റർ പെർഫോമൻസിനായിട്ട് നമ്മുടെ കമ്പനി ഈ ഫോണിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു മുമ്പിലത്തെ ഒരു 90 Hz റിഫ്രഷിംഗ് റേറ്റിലേക്ക് വരികയും അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഒരു ചിപ്സെറ്റിലേക്ക് വരുമ്പോഴും ചെയ്യുമ്പോൾ നല്ലൊരു രീതിയിലുള്ള ഒരു ഒക്ടാകോർ പ്രോസസ്സറിൻ്റേതായിട്ടുള്ള ഫാസ്റ്റ് പെർഫോമൻസും കാര്യങ്ങളോട് കൂടി നല്ലൊരു സ്മാർട്ട് ഫോൺ പെർഫോമൻസ് തന്നെയായിരിക്കും ഈ A32 നിന്ന് നമുക്ക് ലഭിക്കുന്നത്. A32ൻ്റെ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതുപോലെ തന്നെ ഫേസ് ഐഡി റിക്കഗ്നിഷനുമാണ് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ 5000 mAh ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ബാറ്ററിയാണ് ഈ A32ൻ്റെ പെർഫോമൻസിനായിട്ട് സാംസങ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് 5000 mAh എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിനൊപ്പം ലഭിക്കുന്ന ഒരു 50 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് എത്രയും വേഗം തന്നെ നമുക്ക് ചാർജ് തീർന്നാൽ തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളൊരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വേരിയൻറ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ അതുപോലെ തന്നെ വയലറ്റ് കളർ വേരിയൻറ്റിലാണ് ഈ ഫോണുകൾ ലഭ്യമായിരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്ന ഓസം ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഇറക്കിയിരിക്കുന്ന പുരുഷന്മാരെ അതുപോലെ തന്നെ സ്ത്രീകളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയുള്ളൊരു കളർ ഓപ്ഷനോട് കൂടി തന്നെയാണ് സാംസങ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെയിൽ ഫീമെയിൽ വ്യത്യാസമില്ലാതെ ഒരുപോലെ ഏവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് A32 എന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്തിരിക്കുന്ന ഫോണ് 6GB റാം വേരിയൻ്റ് അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള ഫോണാണ്. നമുക്ക് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷനുണ്ട്. 512GB നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2 സിമ്മുകളാണ് ഈ ഫോണിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. 4G എനേബിൾ ആയിട്ടുള്ള 2 സിമ്മുകൾ ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഫോണിൻ്റെ ഓവറോളുള്ള ഡീറ്റെയിൽ നമ്മൾ കണ്ടു മനസ്സിലാക്കി. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഇതിൻ്റെ ബാക്ക് സൈഡിലെ 4 ക്യാമറയെ പറ്റിയും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ക്യാമറയെ പറ്റിയുള്ള ഡീറ്റെയിലാണ്. അപ്പോൾ നമുക്ക് ക്യാമറയുടെ ഡീറ്റെയിലേക്ക് കിടക്കാം. A32ൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 4 ക്യാമറകളാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 4 ക്യാമറയിൽ മെയിൻ ക്യാമറ 48 മെഗാപിക്സലാണ്. f1.8 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ്. രണ്ടാമത്തെ ക്യാമറ വരുന്നത് ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. f2.2 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു അൾട്രാ വൈഡ് ലെൻസ് തന്നെയാണ്. 8 മെഗാപിക്സൽ ക്യാമറയാണ്. മൂന്നാമതൊരു ക്യാമറ വരുന്നത് മൈക്രോ ക്യാമറയാണ്. f2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. 5 മെഗാപിക്സൽ ക്യാമറയാണ്. പിന്നീട് നാലാമതൊരു ക്യാമറ കൊടുത്തിരിക്കുന്നത് ഡെപ്ത് ക്യാമറയാണ്. 5 മെഗാപിക്സൽ f2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. പിന്നീട് ഫ്രണ്ടിലെ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ 20 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. f2.2 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. ഒരു വൈഡ് ആംഗിൾ ലെൻസ് തന്നെയാണ് ഫ്രണ്ടിലെ സെൽഫി ക്യാമറയും കൊടുത്തിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഒരു വാട്ടർ ഡോപ്പ് ഡിസൈനിലാണ് ഫ്രണ്ടിലെ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിൽ ഒരു വിധത്തിലുള്ള കോംപ്രമൈസിന് സാംസങ് ഈ ഒരു മോഡലിൽ തയ്യാറായിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലെ ക്യാമറ അതുപോലെ തന്നെ ഫ്രണ്ടിലെ ക്യാമറയുടെ ഡീറ്റെയിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ മെയിൻ ക്യാമറ 64 മെഗാപിക്സൽ 1.8 ആണ് അപ്പർച്ചർ വരുന്നത്. 26mm വൈഡ് ആംഗിൾ ലെൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റെബിലൈസേഷൻ ഓണാണ്. നടന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയിലാണ്. 8 മെഗാപിക്സൽ f2.2 ആണ് അപ്പർച്ചർ. സ്റ്റെബിലൈസേഷൻ ഓണാണ്. നടന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ സെൽഫി ക്യാമറയിലാണ്. 20 മെഗാപിക്സലാണ് ക്യാമറ. f2.2 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയുണ്ട്. നല്ലൊരു ഔട്ട്പുട്ട് തരുന്ന ഒരു സെൽഫി ക്യാമറയാണ്. നടന്നുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു വൈഡായിട്ടുള്ള ഒരു ലെൻസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി. അപ്പോൾ A32ൻ്റെ ക്യാമറയുടെ ക്വാളിറ്റിയാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്. ബാക്കിലെ ക്യാമറയാണെങ്കിലും ഫ്രണ്ടിലെ ക്യാമറയുടെ ആണെങ്കിലും ഒരു ബെറ്റർ പെർഫോമൻസ് തന്നെയാണ്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ ടെസ്റ്റ് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഫോണിൽ ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് ഇനി അടുത്ത സംശയം വരുന്നത്. 22,000 രൂപയാണ് 6GB റാം അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ള ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു ഇതൊരു ഓവർ പ്രൈസ് ആയിട്ടുള്ള ഫോണല്ല, എന്നാൽ നേരെ കുറച്ച് തീരെ പ്രൈസ് കുറഞ്ഞ ഒരു വേരിയൻ്റില്ല. ഒരു മിഡ് സെഗ്മെൻറ്റിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. 90 Hz റിഫ്രഷിംഗ് റേറ്റ്, അതുപോലെ തന്നെ 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 5 ക്യാമറകൾ, അതുപോലെ തന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷന്, നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തരുന്ന ഒരു AMOLED ഡിസ്പ്ലേ എന്ന് വേണ്ട എല്ലാ തരത്തിലും നല്ലൊരു
ഫോൺ തന്നെയാണ് A32 എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഈ ഒരു വേരിയൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് ഇതെന്ന് പറഞ്ഞിരുന്നത്. കാര്യം പലതരത്തിലുള്ള കളർ ഓപ്ഷൻ, വൈറ്റ്, ബ്ലൂ, അതുപോലെ തന്നെ ബ്ലാക്ക്, അതുപോലെ തന്നെ വയലറ്റ് കളർ വേരിയൻറ്റിൽ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. വളരെ ഒരു ക്യൂട്ട് ഡിസൈനാണ്. ഒരിക്കൽ കൂടി ഇതാണ് ഫോണിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. വളരെ നല്ലൊരു സ്ലിമ്മാണ്. അതുപോലെ തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനോട് കൂടി തന്നെയാണ് സാംസങ് ഈ ഒരു ഫോണിനെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ ഈ ഫോണിനെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ ചെല്ലുക. ഈ ഫോണിൻ്റെ ഡെമോസ് അവിടെ അവൈലബിൾ ആണ്. നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റുന്ന ഒരു മിഡ് സെഗ്മെൻറ്റിൽ വരുന്ന നല്ലൊരു സ്മാർട്ട് ഫോണാണ് A32 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ TB Enjoy സൈനിങ് ഓഫ്. ബൈ.